ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ജയന്തിയോട് ഇനി മുതൽ സാറെന്നോ മേഡമെന്നോ വിളിക്കേണ്ടെന്നൊന്നും വസുന്ധര പറയുമ്പോൾ ജയന്തി പറയുകയാണ്, ബഹുമാനം മറന്ന് ജയന്തി ആളുകളെ കാണില്ല. നിങ്ങൾ എനിക്ക് എന്നും സാറും മേഡവും തന്നെ ആയിരിക്കും. അങ്ങനെ ജയന്തി തലമറന്ന് എണ്ണ തേക്കുന്ന കൂട്ടത്തിലുള്ളതല്ല. ശരി ജയന്തി, ജയന്തിക്ക് ഇഷ്ടമുള്ളത് തന്നെ വിളിച്ചോ. അല്ല, ജയന്തി ഇപ്പം എന്താ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് വർമ്മ ചോദിക്കുമ്പോൾ ജയന്തി പറയുകയാണ്, അത് പിന്നെ ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വന്നതാ. ഇന്ന് പറഞ്ഞില്ലെങ്കിലേ പിന്നെ ശരിയാകില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ വന്നത്. നാളെ ഇരുട്ടി വെളുത്താലേ കല്യാണമാ. എന്നിട്ട് ജയന്തി ഇന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് നിങ്ങൾക്ക് വിഷമം തോന്നരുതല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. തുടർന്ന് ജയന്തി പറയുകയാണ്, നാളെ കഴിഞ്ഞാൽ നടക്കാൻ പോകുന്ന കല്യാണമുണ്ടല്ലോ, അത് നടക്കാൻ പാടില്ല. ഇത് കേൾക്കുന്ന വസുന്ധര ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, എന്താ പറഞ്ഞത്? കല്യാണം നടക്കാൻ പാടില്ലെന്നോ? കുറച്ച് ദിവസം കൊണ്ട് ഞാനിവിടെ ശ്രദ്ധിക്കുന്നതാണ്. ഇവിടെ ചിലരുടെയൊക്കെ ഒളിച്ചു കളികള്. നീ എന്താ കല്യാണം നടത്തരുതെന്ന് പറഞ്ഞത്? വസു ഒന്നടങ്ങ്. ജയന്തി കാരണം എന്താന്ന് വെച്ചാ ഇപ്പൊ പറയുമല്ലോ. എന്റെ സാറേ, വല്ലാത്ത മോശം ജാതകം തന്നെയാ ഈ ശ്യാമയുടേത്. കല്യാണം ഒരിക്കലും ഉറക്കില്ലെന്ന ജാതകത്തിലുള്ളത്. ഇത് കേൾക്കുന്ന വസുന്ധര ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, ഏത് ജാതകത്തിലാ? ശ്യാമയുടെ ജാതകമൊക്കെ തിരുമുൽപ്പാട് നോക്കിയതാ, വിശിഷ്ട ജാതകമാണെന്നാ അവര് പറഞ്ഞത്. എന്നാലേ പുള്ളിയെ കാണിക്കാൻ വേണ്ടി കള്ളജാതകം ഉണ്ടാക്കിയതായിരിക്കും, അല്ലെങ്കിൽ പുള്ളി ഒരു കള്ളനായിരിക്കും. ഇത് കേൾക്കുന്ന വസുന്ധര ദേഷ്യത്തോടെ പറയുകയാണ്, ജയന്തി സൂക്ഷിച്ച് സംസാരിക്കണം കേട്ടല്ലോ. എന്റെ വസു, താനൊന്നും മിണ്ടാതെ. ജയന്തി കാരണം എന്താണെന്ന് വെച്ചാ പറയട്ടെ. ഇത് കേൾക്കുന്ന ജയന്തി പറയുകയാണ്, അതെ, ഈ ശ്യാമയുടേതേ ഒരു നല്ല ജാതകമല്ല, ഒരു ഉറപ്പില്ലാത്ത കല്യാണമായിരിക്കും. അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കല്യാണം കഴിക്കുന്ന ആള് അല്ലെങ്കിൽ അയാളുടെ വീട്ടുകാര് മരിക്കുമെന്നാ പറഞ്ഞു കേട്ടത്. ഇത് കേൾക്കുന്ന വസുന്ധര ഒരു ഞെട്ടലോട് ചോദിക്കുകയാണ്, എന്ത്? കല്യാണം കഴിക്കുന്നയാൾ മരിക്കുമെന്നോ? കണ്ടോ കണ്ടോ, ഞെട്ടിയത് കണ്ടോ എന്ന് ജയന്തി പറയുമ്പോൾ ഇതൊന്നും ജാതകത്തിലില്ലല്ലോ എന്ന് വസുന്ധര പറയുകയാണ്. ജാതകത്തിലില്ലെങ്കിൽ എന്താ, നാളെ നോക്കിയ ആള് പറഞ്ഞതാണ്. അത് മറികടക്കാൻ വേണ്ടിയല്ലേ ഇവള് കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നത്. അല്ല, ശ്യാമയിടയ്ക്ക് ഈ വീട്ടിൽ നിന്നും കുറച്ച് ദിവസം കാണാതായില്ലേ? അതൊക്കെ ഇതിന്റെ ഭാഗങ്ങൾ തന്നെയാ. യഥാർത്ഥ കല്യാണം ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ടാ കണ്ണിൽ കൊള്ളേണ്ടത് പുരുകത്തിൽ കൊണ്ടുപോയത്. പക്ഷേ ഇപ്പൊ നടക്കാൻ പോകുന്നത് യഥാർത്ഥ കല്യാണമാ. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാലേ എല്ലാം കട്ടപ്പുകയായിരിക്കും. തുടർന്ന് വർമ്മ ചോദിക്കുകയാണ്, ജയന്തിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്താ സാറേ എന്ന് ജയന്തി ചോദിക്കുമ്പോൾ വർമ്മ പറയുകയാണ്, ഇനി എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ. ജയന്തി നാളെ രാവിലെ തന്നെ ഈ വീട്ടിൽ നിന്നും തിരിച്ചു പോയിക്കോണം. എന്താ സാർ, എന്താ പറഞ്ഞത്? ജയന്തി നാളെ രാവിലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്ന്. ഇതൊക്കെ ഇവിടെ വന്ന് പറയാൻ വേണ്ടി ജയന്തി ആരാ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്? ഇത് കേൾക്കുന്ന ജയന്തി പറയുകയാണ്, അമ്മയാണേ, അച്ഛനാണേ, ഈ ഭൂമി ദേവിയാണേ. നിർത്ത് ജയന്തി, നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. കേൾക്കുന്ന ജയന്തി പറയുകയാണ്, അതുകൊള്ളാം, ഞാനേ ഈ വീട്ടിലെ പെണ്ണിന്റെ നാത്തൂനാണ്. എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. ഇതിലൊരു കാര്യം ജയന്തി പറയുന്ന രീതിയിൽ ഞാൻ സംസാരിക്കാം. ആനന്ദേട്ടാ, വേണ്ട ആനന്ദേട്ടാ, കല്യാണം അടുത്തുകൊണ്ടിരിക്കുന്ന സമയമല്ലേ. അത്രയും പറഞ്ഞിട്ട് വസുന്ധര ജയന്തിയോട് പറയുകയാണ്, എത്ര സന്തോഷിച്ചിരുന്ന ആളാണെന്നറിയാമോ? ഒരൊറ്റ നിമിഷം കൊണ്ടാ നീ എല്ലാം തകർത്തത്. അന്ധവിശ്വാസം മനസ്സിൽ കയറി കഴിഞ്ഞാലേ പിന്നെ ഇങ്ങനെയാ. പറഞ്ഞത് കേട്ടല്ലോ, നാളെ രാവിലെ തന്നെ നീ ഇവിടെ നിന്ന് പോയിക്കോണം. കല്യാണത്തിന് എന്താണെങ്കിലും വരുമല്ലോ, നിന്നെ ഞങ്ങള് അപ്പോൾ കണ്ടോളാം. ശരി, ഞാൻ പോയേ പറ്റുമെങ്കിൽ ഞാൻ നാളെ തന്നെ പോയിക്കോളാം. ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതെ കാര്യം തന്നെയാ. കല്യാണം വേണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ച് നടത്തിയാൽ കൊള്ളാം. ഞാൻ പറഞ്ഞത് വേറെ ആരും അറിയില്ല കേട്ടോ എന്ന് പറഞ്ഞ് ജയന്തി അവിടെ നിന്ന് പോകുന്നു. എന്നിട്ടാ ജയന്തി പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഒരു പേടി തോന്നുന്നെന്ന് വസുന്ധര പറയുമ്പോൾ വർമ്മ പറയുകയാണ്, എന്താണെങ്കിലും അവൾ വന്ന കാര്യം നടന്നു. ഇവിടെ വീട്ടിൽ ചെന്ന് ഇനി ഇവൾ എന്തൊക്കെയാ പറഞ്ഞു നടക്കുക എന്നറിയില്ലല്ലോ ആനന്ദേട്ടാ. സമാധാനിക്കടോ, ഒന്നും സംഭവിക്കില്ല. വീട് കാണിക്കുന്നത് ജയന്തി തന്റെ ബാഗൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് അപ്പച്ചിയും ഐശ്വര്യയും കൂടി വരികയാണ്. എന്തിനാ പോകുന്നത്? ഈ വീട്ടിൽ നിൽക്കാനേ ജയന്തിക്കും അവകാശമുണ്ട്. അച്ഛനോട് ഞാൻ പറയാം എന്നൊക്കെ ഐശ്വര്യ പറയുമ്പോൾ ജയന്തി പറയുകയാണ്, വേണ്ട വേണ്ട, അച്ഛനെ എന്തൊക്കെയോ സംശയങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നതിനേക്കാൾ പോകുന്നത് തന്നെയാ ഭേദം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ശരിയാ എന്ന് അപ്പച്ചിയും പറയുന്നു. അല്ല, അഖിലിനോടും ശ്യാമയോടും യാത്ര പറയുന്നില്ലേ എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട, നിങ്ങൾ പറഞ്ഞാൽ മതിയെന്നും കൂടാതെ അഖിലിന്റെ അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ടെന്നും ജയന്തി പറയുന്നു. അതേസമയം അങ്ങോട്ടേക്ക് വസുന്ധര വരികയാണ്. ജയന്തി, ഊണ് കഴിച്ചിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ഇന്നലെ രാത്രി നിങ്ങൾ രണ്ടുപേരും തന്നതുകൊണ്ട് തന്നെ വയറ് നിറഞ്ഞതാ. ശ്യാമയെക്കുറിച്ച് മോശമായി സംസാരിച്ചാലേ ഇനിയും പറയും. അത് ആരാണെങ്കിലും പറയുമെന്ന് വസുന്ധര പറയുമ്പോൾ ഐശ്വര്യ ചോദിക്കുകയാണ്, അമ്മ പറയുന്നത് കേട്ടിട്ട് എനിക്കത്ര സുഖമായിട്ടൊന്നും തോന്നുന്നില്ല. ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. മനസ്സിലാക്കേണ്ടവര് മനസ്സിലാക്കിയാൽ മാത്രം നല്ലത്. തുടർന്ന് വസുന്ധര പറയുകയാണ്, ജയന്തി ഇന്നലെ മുറിയിൽ വന്ന് ശ്യാമയെക്കുറിച്ച് പറഞ്ഞതൊക്കെ കള്ളത്തരമാണെന്നേ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഇന്നലെ രാത്രി തന്നെ ജയന്തി ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ടതായിരുന്നു. ഞങ്ങളുടെ മര്യാദ കൊണ്ട് മാത്രമാ നാളെ രാവിലെ പോയാൽ മതിയെന്ന് ഞങ്ങൾ ഇന്നലെ പറഞ്ഞത്. ഇത് കേൾക്കുന്ന അപ്പച്ചി പറയുകയാണ്,
പോട്ടെ മോളെ, ജയന്തിയുടെ സ്വഭാവമല്ലേ, അതങ്ങനെ തന്നെ ആയിരിക്കില്ലേ. തുടർന്ന് ജയന്തി അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. എന്നാലും അമ്മ പറഞ്ഞത് അല്പം കൂടിപ്പോയെന്ന് ഐശ്വര്യ പറയുമ്പോൾ കുറഞ്ഞു പോയെന്നാ മോളെ എനിക്ക് തോന്നുന്നതെന്ന് വസുന്ധരയും പറയുന്നു. ശ്യാമയെക്കുറിച്ച് എന്തെങ്കിലും ദേഷ്യം മോളുടെ മനസ്സിലുണ്ടെങ്കിലേ മോൾ അത് കളയണം. അത്രയും പറഞ്ഞ് വസുന്ധര അവിടെ നിന്ന് പോകുമ്പോൾ ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചിരുന്നാൽ മാത്രം മതി. എന്താണെങ്കിലും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ്. ജയന്തി ഏട്ടത്തി പോയെന്ന് കരുതി സമാധാനിക്കാനൊന്നും ആകില്ല. 2 ദിവസം കഴിഞ്ഞ് ഏട്ടത്തി വീണ്ടും തിരിച്ചു വരും. എടോ, താനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട. നമ്മുടെ കല്യാണമാണ്. മനസ്സിന് വിഷമമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും താൻ പടിക്ക് പുറത്ത് വെച്ചേക്കണം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ആദിയും അരുണും കൂടി വരികയാണ്. അവർക്കുള്ള വസ്ത്രങ്ങളും അണിയാനുള്ള മോതിരവും ഒക്കെ തന്നെ ആദിയും അരുണും ചേർന്ന് കൊടുക്കുകയാണ്. ഇത്രയുമൊന്നും പണം ചിലവാക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു ഏട്ടന്മാരെയെന്ന് ശ്യാമ പറയുമ്പോൾ ആദി പറയുകയാണ്, എങ്കിലൊരു കാര്യം ചെയ്, കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഞങ്ങൾക്ക് ചിലവ് നടത്തിയാൽ മതി. തുടർന്ന് അരുൺ പറയുകയാണ്, പിന്നെ നിങ്ങൾ രണ്ടുപേരും നാളെ രാവിലെ റൂമിൽ നിന്നും ഇറങ്ങണം. ഞങ്ങൾക്ക് മണിയറ ഒരുക്കേണ്ടതാ. അതൊന്നും വേണ്ടെന്ന് അഖിലും ശ്യാമയും പറയുമ്പോൾ അതൊക്കെ വേണമെന്ന് അരുണും ആദിയും പറയുന്നു. അപ്പോൾ ശരി, ഇനി വെറും 2 ദിവസങ്ങൾ മാത്രം. രണ്ടാളും സന്തോഷമായിട്ടിരിക്കാൻ പറഞ്ഞ് ആദിയും അരുണും അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് അവർ പോയതിനു ശേഷം അഖിൽ പറയുകയാണ്, വിവാഹം കഴിഞ്ഞിട്ട് വേണം എനിക്ക് താനാണ് കൃഷ്ണതുളസിയെന്ന് ഇവിടെ എല്ലാവരോടും പറയാൻ. ലോകമെമ്പാടും അറിയുന്ന ഒരു ഗായികയാക്കി ഞാൻ തന്നെ മാറ്റും. പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയാണ്. ജഗൻ അരുന്ധതിയെ വിളിച്ച് അവരുടെ മ്യൂസിക് കമ്പനിയിൽ പാർട്ട്ണർ ആകാൻ താല്പര്യമുണ്ടെന്ന് പറയുകയാണ്. പിന്നെ അരുന്ധതി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആ ചാർമിളയോട് സംസാരിച്ചു. അവളുടെ നമ്പർ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവളുമായിട്ട് പിന്നീട് സംസാരിച്ചോളാം. തുടർന്ന് അരുന്ധതി ഇക്കാര്യം ചെന്ന് വിസ്മയോട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് അഖിലിനെ കാണാൻ വേണ്ടി കണ്ണൻ ചെല്ലുന്നതാണ്. എന്താ കണ്ണ, നീ എവിടെയായിരുന്നെന്നൊക്കെ അഖിൽ ചോദിക്കുമ്പോൾ ഞാനിവിടെ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നെന്ന് കണ്ണൻ പറയുന്നു. എന്തൊക്കെയുണ്ട് വിശേഷമെന്ന് ചോദിക്കുമ്പോൾ വിശേഷം സാറിനല്ലേ എന്നും അഖിൽ സാറിന്റെയും ശ്യാമേച്ചിയുടെയും കല്യാണമല്ലേ എന്നും കണ്ണൻ ചോദിക്കുന്നു. ഇത് നീ എങ്ങനെ അറിഞ്ഞെന്ന് അഖിൽ ചോദിക്കുമ്പോൾ ഞാനെല്ലാം അറിയാവുന്നവനല്ലേ എന്ന് കണ്ണനും പറയുന്നു. അമ്പലത്തിൽ വന്ന ആരോ പറഞ്ഞു കേട്ടതാ ഞാൻ. എന്നാലും സാറിനെ കല്യാണം വിളിച്ചില്ലല്ലോ. സോറിടാ കണ്ണ, വീട്ടുകാർ മപ്പെടുന്ന ഒരു ചടങ്ങായത്, അതുകൊണ്ടാ ഞാൻ നിന്നെ വിളിക്കാഞ്ഞത്. തുടർന്ന് കണ്ണൻ തന്റെ കയ്യിലെ പ്രസാദം അഖിലിനെ ഏൽപ്പിച്ചിട്ട് പറയുകയാണ്, ഇത് ദൂരെയുള്ള ഒരു ക്ഷേത്രത്തിലെ പ്രസാദമാണ്. ശ്യാമേച്ചിയോട് പൂജാമുറിയിൽ വെക്കാൻ പറയണം. കൂടാതെ ഇതിൽ നിന്നും ഇത്തിരി എടുത്ത് തൊടാനും പറയണം. പിന്നെ നിങ്ങളുടെയൊക്കെ തിരക്കൊഴിഞ്ഞൊരു ദിവസം ഞാൻ നിങ്ങളെ കാണാൻ വരാം. നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കാതെ വന്നാലേ ഈ പ്രസാദം തൊട്ടാൽ ഫലം കിട്ടുമെന്ന് കണ്ണൻ പറയുകയാണ്. തുടർന്ന് കണ്ണൻ അഖിലിനോട് ചോദിക്കുകയാണ്, അഖിൽ സാറേ, ഞാനൊരു കാര്യം ചോദിച്ചാ സാറ് സത്യം പറയുമോ? കൃഷ്ണതുളസി എന്ന പാട്ടുകാരി ശ്യാമേച്ചിയല്ലേ? ഇത് കേൾക്കുന്ന അഖിൽ ഒരു ഞെട്ടലോടെ കണ്ണനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.